എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനൊരു പുരാതന പരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അതൊന്ന് തുടങ്ങിവെക്കാൻ ഒരു മടി, ഒരു എനർജി കിട്ടുന്നില്ല എന്നൊക്കെ. നിങ്ങൾ തനിച്ചല്ല കേട്ടോ, ഇത് ശരിക്കും ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒന്നാണ്. ഈ ആഗ്രഹിക്കുന്നതും അത് ചെയ്യുന്നതും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പില്ലേ, അതിനെക്കുറിച്ചാണ് ഈ കഥ. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെ മറികടക്കാമെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു പഴയ കഥയിലൂടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ പോകുന്നത് പഴയ ജപ്പാനിലേക്കാണ്. അവിടെ യൂക്കി എന്നു പേരുള്ള ഒരു യുവ സമുറായി ഉണ്ടായിരുന്നു. അയാളുടെ കഥയിലൂടെ നമുക്ക് ഈ സ്വപ്നാടകന്റെ കെണി എന്താണെന്ന് നോക്കാം. യൂക്കിയുടെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ യോദ്ധാവാകണം. അതിനുവേണ്ടി അവൻ മണിക്കൂറുകളോളം പ്ലാൻ ചെയ്യും. വിജയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണും. അവൻ വിശ്വസിച്ചത് ഈ വലിയ ആഗ്രഹം മാത്രം മതി ലക്ഷ്യത്തിലെത്താൻ എന്നായിരുന്നു. പക്ഷേ പരിശീലനത്തിന്റെ കാര്യം വരുമ്പോഴോ എപ്പോഴും ഓരോരോ ഒഴികഴിവുകൾ കണ്ടെത്തും. ഇന്ന് കാലാവസ്ഥ ശരിയല്ല, ഇന്നെന്തോ ഒരു മൂടില്ല, കുറച്ചുകൂടെ നന്നായി പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാം. ഇങ്ങനെ പറഞ്ഞ അവൻ പരിശീലനം എപ്പോഴും മാറ്റിവെച്ചു. വർഷങ്ങളങ്ങനെ കടന്നുപോയി. അവനോടൊപ്പം തുടങ്ങിയ ചെറുപ്പക്കാർ അവനെയും കടന്ന് ഒരുപാട് മുന്നോട്ടുപോയി. അവിടെയാണ് യൂക്കി ആ വേദനിപ്പിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. അവന്റെ സ്വപ്നങ്ങൾ അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയില്ല, പകരം അതവനെ കൂടുതൽ ദുർബലനാക്കുകയാണ് ചെയ്തത്. ഒടുവിൽ യാതൊരു പ്രവൃത്തിയുമില്ലാത്ത ആ വലിയ സ്വപ്നങ്ങൾ അവനെ നിരാശനും തയ്യാറെടുപ്പില്ലാത്തവനുമാക്കി മാറ്റി. അവന്റെ കയ്യിൽ ഖേദം മാത്രം ബാക്കിയായി. ഇതിനെയാണ് നമ്മൾ സ്വപ്നാടകന്റെ കെണി എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് നോക്കാം. യൂക്കിയുടെ കഥയിൽ നിന്ന് നമുക്ക് ഇതിന്റെ പിന്നിലെ സൈക്കോളജിയിലേക്ക് വരാം. ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം ശരിക്കും രസകരമാണ്. നമ്മൾ നമ്മുടെ വലിയ പ്ലാനുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയുകയാണെന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ തലച്ചോറിനൊരു ചെറിയ സന്തോഷം കിട്ടും. നമ്മൾ ആ കാര്യം ഏതാണ്ട് ചെയ്തു കഴിഞ്ഞു എന്നൊരു ഫീലിംഗ്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ ചെറിയൊരു സന്തോഷം കാരണം അത് ശരിക്കും ചെയ്യാനുള്ള നമ്മുടെ ഡ്രൈവ്, ആ ഒരു ഊർജ്ജം അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ തയ്യാറെടുക്കുന്നത് പുരോഗതിയല്ല. പ്ലാൻ ചെയ്യുന്നതും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നതുമൊക്കെ ഒരു തരം ഒളിച്ചോട്ടമാണ്. നമ്മളെന്തോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ അത് തരും. അതൊരു സുഖമുള്ള ഏർപ്പാടാണ്, ഒരു കംഫോർട്ട് സോൺ. പക്ഷേ യഥാർത്ഥ പുരോഗതി എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രം. ഈ യൂക്കിയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ചോദ്യം ഏതാണ്? ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? തീർച്ചയായും അതിനൊരു വഴിയുണ്ട്. നമുക്ക് ആ സമുറായി മാർഗം എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കർമ്മത്തിന്റെ വഴിയാണ്. ഈ സ്വപ്നം കണ്ട് വെറുതെ ഇരിക്കുന്നതിന് നേരെ വിപരീതമായ ഒരാശയം. പ്രശസ്തനായ വാൾപയറ്റ് യോദ്ധാവ് മിയാമോട്ടോ മുസാഷിയുടെ തത്വമാണിത്. ഈ രണ്ട് മാനസികാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് സ്വപ്നം കാണുന്നയാൾ, അയാളെ പ്രവർത്തിക്കാൻ ഒരു മോട്ടിവേഷൻ വരാനായി കാത്തിരിക്കുകയാണ്. എന്നാൽ യോദ്ധാവിന്റെ മാനസികാവസ്ഥയോ, അയാൾ പ്രവർത്തിച്ചുകൊണ്ടാണ് മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത്. അയാൾ എല്ലാം ശരിയാവട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് ചിന്തിക്കുന്നില്ല. സാഹചര്യം എന്തായാലും അയാൾ അങ്ങ് തുടങ്ങും. ഇതാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് മോട്ടിവേഷൻ കിട്ടിയാൽ പ്രവർത്തിക്കാമെന്നാണ്. എന്നാൽ സമുറായി തത്വം നേരെ തിരിച്ചാണ് പറയുന്നത്. ആദ്യം പ്രവർത്തിക്കോ, മോട്ടിവേഷൻ തനിയെ വന്നോളും. അതായത് പ്രവർത്തനം മോട്ടിവേഷന്റെ കാരണമാണ്, അതിന്റെ ഫലമല്ല. ഇതിനെ നമുക്ക് ഫിസിക്സിലെ ഒരു നിയമം പോലെ കാണാം. നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി തള്ളുന്നത് ഓർത്തു നോക്കൂ. തുടക്കത്തിൽ ഭയങ്കര പാടാണ്, അല്ലേ? പക്ഷേ അതൊന്ന് ഉരുണ്ടു തുടങ്ങിയാൽ പിന്നെ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മൊമെന്റം കിട്ടും. ആ മൊമെന്റം തരുന്ന ഒരു ഊർജ്ജമുണ്ട്. അതിനെയാണ് നമ്മൾ പലപ്പോഴും ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഈ കർമ്മത്തിന്റെ വഴി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം? ഇതിനായി സമുറായികൾ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കുണ്ട്. അതാണ് ചെറിയ ചുവടുകളുടെ ശക്തി. ഈ തത്വത്തിന് ഒരു പേരുണ്ട്, കൈസെൻ നോമി. അതിന്റെ അർത്ഥം ചെറിയ മെച്ചപ്പെടുത്തലുകളുടെ വഴി എന്നാണ്. അതായത് വലിയൊരു മല കയറുന്നതിനെക്കുറിച്ച് ഓർത്തു പേടിക്കേണ്ട, മുന്നിലുള്ള അടുത്തൊരു ചുവട് മാത്രം വയ്ക്കുക. അങ്ങനെ ഓരോ ചുവട് വെച്ച് മല കയറുക. ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത് എന്ന് നോക്കാം. ഒരു ഉദാഹരണം എടുക്കാം. ഒരു വാൾപയറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥി. അയാൾ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നില്ല. പകരം ഒരൊറ്റ ചെറിയ മൂവ്മെന്റ് മാത്രം തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അതെല്ലാ ദിവസവും ആവർത്തിക്കുന്നു. തീവ്രതയല്ല, സ്ഥിരതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഒരു മൂവ്മെന്റ് അയാളുടെ ഭാഗമായി മാറും, ഒരു ശീലമായി മാറും. ആ ചെറിയ സ്ഥിരതയുള്ള പ്രവൃത്തി അവനൊരു ശക്തമായ അടിത്തറ നൽകുന്നു. അപ്പോൾ ഓർക്കുക, ഏറ്റവും വലിയ പ്ലാനുകളെക്കാൾ ശക്തിയുള്ളത് എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഏറ്റവും ചെറിയൊരു ചുവടിനാണ്. സ്ഥിരതയാണ് ഇവിടെ ഗെയിം ചേഞ്ചർ. ഇനി നമുക്കിതിന്റെ ഏറ്റവും ആഴത്തിലുള്ളൊരു വശത്തേക്ക് വരാം. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മടിയും നമ്മുടെ വികാരങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന ശീലവും. അതാണ് സൗകര്യത്തേക്കാൾ പ്രധാനം പ്രതിബദ്ധത എന്നത്. യാഗ്യോ മുനോരി എന്ന പ്രശസ്തനായ സമുറായി ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. തികഞ്ഞ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന വാൾ ഒരിക്കലും അതിന്റെ ഉറയിൽ നിന്ന് പുറത്തുവരില്ല. എത്ര ശരിയാണല്ലേ? ആ പെർഫെക്റ്റ് നിമിഷം ഒരുപക്ഷെ ഒരിക്കലും വന്നെന്നു വരില്ല.
അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഫീലിംഗ്സ് അനുസരിച്ച് ജീവിക്കാം. ഇന്ന് മൂടുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ പ്രതിബദ്ധതകൾക്കനുസരിച്ച് ജീവിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചോ അതിൽ ഉറച്ചു നിൽക്കുക. യഥാർത്ഥ ശക്തി എന്താണെന്നറിയോ? നല്ല മൂടുള്ളപ്പോൾ പ്രവർത്തിക്കുന്നതല്ല, ഒട്ടും താൽപ്പര്യമില്ലാത്തപ്പോഴും ചെയ്യേണ്ട കാര്യം ചെയ്യുന്നതിലാണ് യഥാർത്ഥ ശക്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം പറയേണ്ട ഒരു കാര്യമുണ്ട്: എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ വികാരങ്ങളല്ല, എന്നെ നയിക്കുന്നത് എന്റെ പ്രതിബദ്ധതകളാണ്. ഇതാണ് സമുറൈ മാർഗത്തിന്റെ കാതൽ. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്തു തന്നെയായാലും ഇന്ന് നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാകുന്ന, ചെയ്യാൻ പോകുന്ന ആ ഒരൊറ്റ ചെറിയ ചുവട് ഏതാണ്? ഓർക്കുക, ഒരു വലിയ മല കയറണമെന്നില്ല, വെറുമൊരു ചെറിയ ചുവട് മതി.